ബീഹാറിൽ നിന്നുള്ള വൈഭവ് സൂര്യവംശി എന്ന 15-കാരൻ അത്ഭുത ബാലൻ ക്രിക്കറ്റ് ലോകത്തെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. IPL എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയുള്ള ഉജ്ജ്വല ബാറ്റിംഗ് പ്രകടനത്തിലൂടെ ലോക ക്രിക്കറ്റിൽ വരും നാളുകൾ ഭരിക്കുന്നത് താൻ തന്നെയായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകിയത്. ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ മുൻനിര ബൗളറായ ഓസ്ട്രേലിയൻ താരം പാറ്റ് കമിൻസിനെ ഒരു ക്ലബ്ബ് ബൗളറെ പോലെ തുടർച്ചയായി 3 സിക്സറുകൾ പായിക്കുന്നത് ഒരു ഞെട്ടലോടെ മാത്രമേ നോക്കിക്കാണാൻ കഴിയൂ. 4-ാം ഓവറിൽ സാക്കിബ് ഹുസൈനെ സിക്സർ പറത്തി ഒരു സീസണിൽ ഏറ്റവും അധികം സിക്സർ നേടി ക്രിസ് ഗെയിലിൻ്റെ 59 സിക്സർ എന്ന റെക്കോർഡ് വൈഭവ് സ്വന്തം പേരിലാക്കി. ഇതൊരു നിസ്സാര നേട്ടമല്ല. 2012 സീസണിൽ ഗെയിൽ RCBക്കായാണ് ഈ പ്രകടനം നടത്തിയത്. 14 വർഷങ്ങൾക്ക് ശേഷം ആ റെക്കോർഡ് മറികടക്കുന്നത് വെറും ഒരു 15-കാരനാണെന്ന് അറിയുമ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ അത്ഭുതം കൊണ്ട് തലയിൽ കൈവച്ചു പോകും. 2012 സീസണിൽ 456 പന്തുകളിൽ നേരിട്ടാണ് ഗെയിൽ 59 സിക്സറുകൾ നേടിയെങ്കിൽ വെറും 280 പന്ത് മാത്രമെടുത്താണ് വൈഭവ് 65 സിക്സറുകളിൽ എത്തിയത്. മാത്രമല്ല, ഈ സീസണിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയ രണ്ടാമത്തെ താരമായ ഹൈദരാബാദിൻ്റെ അഭിഷേക് ശർമ്മ നേടിയത് 43 സിക്സറുകളാണ്. വൈഭവിനേക്കാൾ 22 സിക്സറുകൾ പിന്നിൽ. 680 റൺസുമായി റൺവേട്ടക്കാരിൽ ഒന്നാമനായ വൈഭവ് ശേഷിക്കുന്ന മത്സരങ്ങൾ കൂടി തിളങ്ങിയാൽ ഇത്തവണ ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കുമെന്ന് ഉറപ്പാണ്. 2023 സീസണിൽ ജയ്സ്വാൾ നേടിയ 625 റൺസിൻ്റെ റെക്കോർഡ് ഇത്തവണ തിരുത്തി വൈഭവ് ഏറ്റവും അധികം റൺസ് നേടുന്ന അൺക്യാപ്ഡ് പ്ലെയർ എന്ന ബഹുമതിയും സ്വന്തമാക്കി. കൂടാതെ IPL പവർ പ്ലേയിൽ ഏറ്റവും അധികം 50 നേടുന്ന രണ്ടാമത്തെ താരവും വൈഭവാണ്. 5 തവണ ഈ നേട്ടത്തിലെത്തിയ വൈഭവിന് മുമ്പിലുള്ളത് 6 50 നേടിയ സാക്ഷാൽ ഡേവിഡ് വാർണർ മാത്രം. 300+ സ്ട്രൈക്ക് റേറ്റിൽ കൂടുതൽ 50 നേടിയ താരമെന്ന റെക്കോർഡും വൈഭവ് പൊളാർഡിനൊപ്പം സ്വന്തമാക്കി. 652 ഇന്നിംഗ്സിൽ നിന്ന് 4 തവണ പൊളാർഡ് 300+ സ്ട്രൈക്ക് റേറ്റിൽ 50 നേടിയപ്പോൾ വെറും 33 ഇന്നിംഗ്സിൽ നിന്നാണ് വൈഭവ് ഈ നേട്ടത്തിലെത്തിയത്. വൈഭവ് സൂര്യവംശി ഈ സീസണിൽ നേടിയ 680 റൺസിൽ 65 സിക്സും 55 ഫോറുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇക്കണക്കിന് സൂര്യവംശി പോയാൽ ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്തുന്ന കാലം വിദൂരമല്ല. വരുന്ന 2 പതിറ്റാണ്ടോളം ലോക ക്രിക്കറ്റിനെ അടക്കി ഭരിക്കുന്നത് സൂര്യവംശി തന്നെയായിരിക്കുമെന്നതിൽ സംശയിക്കേണ്ട കാര്യമേ ഇല്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.